ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നൊന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ട്. ഞാൻ പുറത്തേക്ക് പോകുകയെന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സിൻ്റെ കൂടെ. എപ്പോഴും ഇപ്പോൾ ഇവരുടെ കൂടെയൊക്കെ പോയിട്ട് മാത്രം മതിയല്ലോ, ഇടയ്ക്ക് നമ്മുടെ കൂട്ടുകാരികളുടെ കൂടെയൊക്കെ ഒന്ന് കറങ്ങാൻ പോകണ്ടേ. അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങിയൊക്കെയാണ്. ഒരു കൂട്ടുകാർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൾ സ്കൂട്ടിയിൽ കോങ്ങാട് വരെ സ്കൂട്ടിയിൽ പോകുക, പിന്നെ വേറൊരാളും കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ 3 പേരും കൂടിയിട്ട് ബസ്സിലൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പോണ വഴിക്കുള്ള വിശേഷങ്ങളൊക്കെ എന്തായാലും കാണിച്ചു തരാം. കുട്ടികൾ സ്കൂൾ വിട്ടിട്ട് തിരിച്ച് വരുമ്പോഴേക്കും ഇങ്ങോട്ട് തിരിച്ചെത്തണം എന്നുള്ള പ്ലാനിങ്ങിലൊക്കെ പോണത്. അപ്പോൾ എന്തായാലും അവരൊന്ന് വിളിച്ച് നോക്കട്ടെ കേട്ടോ. ഇവിടെ ഒരു റോഡ് പണി നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അവൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാണ്ടുള്ളതാണോ എന്നുള്ളത് അറിയില്ല. വിളിക്കുമ്പോൾ ഫോൺ എടുക്കണമില്ല. അപ്പോൾ കറങ്ങിയിട്ട് വരാട്ടോ. സമാധാനം തന്നോ പോയിക്കോ. സമാധാനം തന്നാൽ മതി. വരണ്ടേ, തിരിച്ചു വരണ്ടേ. ഇത്ര നേരം കാണാനില്ല. ഞാൻ വിളിച്ചു നോക്കിയിട്ട് ഞാൻ കോങ്ങാട് പോയി നിൽക്കാന്ന. അവളുടെ അടുത്ത് അധികം വരാൻ ഞാനിപ്പോൾ 10 മണിക്ക് ഇങ്ങോട്ട് ഇറങ്ങി നിന്നതാണ് കേട്ടോ. നേരത്തെ പോകണം, എന്നെക്കാളും മുമ്പിൽ അവരാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നേരത്തെ പോകണോട്ടോ, അധികം വൈകിക്കേണ്ട, വെയിലാണ്, ബുദ്ധിമുട്ടാവും ഒക്കെ പറഞ്ഞതാണ്. നോക്കുമ്പോൾ അവരിനെ കാണാനില്ല, ആളിനെ കാണാനില്ല. അപ്പോൾ എന്തായാലും ഞാൻ കോങ്ങാട് ഒരാൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവളുടെ കൂടെ പോയി നിൽക്കട്ടെ. ഇക്കാക്ക് കാണുന്നുണ്ടെങ്കിൽ പണിയുണ്ട്, വർക്ക് ഉണ്ട് എന്ന് പറയണോ. അപ്പോൾ പിന്നെ എനിക്ക് വേണ്ടി ഇങ്ങനെ കുറേ നേരം കാത്തിക്കാൻ ആൾക്കും സമയമില്ല. അപ്പോൾ എന്തായാലും ഞാൻ കോങ്ങാട് പോയി നിൽക്കാന്നുള്ളത് അവളുടെ അടുത്തൊന്ന് വിളിച്ച് പറയട്ടെ കേട്ടോ. ഹലോ, ഇറങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ പാലത്തിന്റെ അവിടെ നിൽക്കുന്നുണ്ട്. ആ, നീ വീട്ടിൽ നിന്ന് കട്ട് ചെയ്തു. ആരാണ്? സരിത വരുന്നുണ്ട്. ഞാൻ റോഡ് പണി ഉണ്ട്, പറ്റുമോ എന്നുള്ളത് ചോദിക്കുമ്പോഴേക്കും കട്ട് ചെയ്തു, ഫോൺ കട്ട് ചെയ്തു. ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള തോടാണ് കേട്ടോ. പാലത്തിന്റെ അവിടേക്ക് ഇവിടേക്ക് വന്നെങ്കിൽ ഇരിക്കില്ലേ നിങ്ങളിങ്ങനെ വൈകുന്നേരത്തൊക്കെ? ഇപ്പോഴൊന്നുമില്ല, ആദ്യം. നല്ല തണുപ്പുള്ള സ്ഥലമാണ് കേട്ടോ. ഇവിടെ വൈകുന്നേരമൊക്കെ ആയി കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ഇങ്ങനെ നാട്ടുവർത്താനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും. ഇപ്പോഴൊന്നുമില്ല. ഇപ്പൊ ആരാണ്? ഇപ്പൊ അവിടെ വെയിറ്റിംഗ് ഷെഡിൽ കുറച്ച് ആൾക്കാർ ആരെങ്കിലും വൈകുന്നേരത്ത് ഇരുന്നായിരുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ അവിടെ റോഡ് പണിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പൊ പിന്നെ അധികം വണ്ടി വരുന്നില്ല അത്രേ. അപ്പൊ അവള് വേറെ വഴി കൂടെ കോങ്ങാട് വന്ന് നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇക്കാൻ്റെ കൂടെ പോവുകയാണ് കേട്ടോ. അപ്പൊ നമ്മള് പാലക്കാട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് എന്റെ ഫ്രണ്ട്സ്. ഇയാള് കണ്ടിട്ടുണ്ടാവും, അനക്കനെ കണ്ടിട്ടുണ്ടാവും, ഒരു വീഡിയോയിലൊക്കെ വന്നിട്ടുണ്ട്. അല്ല, അപ്പൊ ആദ്യം ഇനി കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കണം. നമ്മളിപ്പോ ഇതൊക്കെ ഞാൻ വെറുതെ വെച്ച് നോക്കണുള്ളൂ കേട്ടോ. ഇതൊന്നും ഞാൻ എടുത്തിട്ടില്ല അവിടുന്ന്. നമ്മൾ 3 കൂടി കയറിയിട്ട് ആകെ ഇവിടുന്ന് എടുത്തിട്ടുള്ളത് ഒരു ടോപ്പ് മാത്രമാണ് കേട്ടോ. പിന്നെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ. ഞാനും ഒക്കെ അന്ന് വരുന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു. ഇന്നിപ്പോൾ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനും ബുദ്ധിമുട്ടുണ്ടായില്ല. അത് നീ ഇട്ടതുപോലെ തന്നെ ഉണ്ട്. ഏത് ഷെയ്ഡാ എടുത്ത് നോക്കട്ടെ? നല്ല ഷെയ്ഡാ. ഇതിന് കാണിക്കും. ഞാൻ നെയിൽ പോളിഷ് ഇടാൻ മറന്നിട്ട് ഇവിടെ വന്നിട്ട് പോളിഷ് ഇടാൻ. നല്ല കളറാണ്. എവിടെ നോക്കട്ടെ? നൈസ്, നല്ല കളറ്. ഇനി ഓരോ പേരിലും ഓരോന്നിട്ട്. എത്ര 299 ഉള്ളൂ കേട്ടോ, കുഴപ്പമില്ല. മിക്കവാറും ഇവിടെ നാട്ടിൽ വിടുന്ന അവസ്ഥയാണ്. മൊത്തം വീഡിയോ എടുക്കുന്നവർക്ക് മനസ്സിലായി. പക്ഷെ നമ്മൾ പർച്ചേസ് ചെയ്യും ഇല്ലേ? നീ എന്തൊക്കെ എടുത്തില്ലേ? റബി വെള്ളം കാണാത്ത പോലെ നിന്ന് കുടിക്കിയത്. പിന്നെ നമ്മൾ അടുത്തത് ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത്. ആദ്യം ഒരു കടയിൽ കയറിയപ്പോൾ നമ്മൾ കയറിയ സമയത്ത് തന്നെ വീഡിയോ ഓണാക്കി. അപ്പോൾ തന്നെ അവർ പറഞ്ഞു ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി, നമുക്ക് വീഡിയോ ആണല്ലോ മെയിന്. രണ്ടാമതൊരു കടയിൽ കയറിയപ്പോൾ അവിടെ സെലക്ഷനും ഇല്ല. അപ്പോൾ പിന്നെ അവിടെയും നിന്നില്ല. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെരുപ്പ് കിട്ടിയത്.
പിന്നെ നമ്മൾ ചെരുപ്പൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴേക്ക് ഏകദേശം സമയം 2:30 ആയി കേട്ടോ. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. പിന്നെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ കോട്ടയ്ക്ക് പോകാമെന്നൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പക്ഷേ പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെ കൊട്ടിക്കലാശം ആയതുകൊണ്ട് പോയ പണി കിട്ടുമെന്ന് മനസ്സിലായി. അതുകൊണ്ട് പിന്നെ അത് ക്യാൻസൽ ചെയ്തു. പിന്നെ നമ്മൾ നേരെ ബസ്സിൽ കയറി അങ്ങനെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വരാം.